ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവിനാൽ ഏറ്റവും അനുഗ്രഹീതരായ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, അനുഗ്രഹീതമായ ഈ ദിവസം പ്രത്യേകിച്ച് പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ എബ്രായർക്ക് എഴുതിയ ലേഖന പഠനത്തിലേക്കാണ് നമ്മൾ വീണ്ടും കടന്നു വന്നിരിക്കുന്നത്. പഠനത്തിനായി ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. എബ്രായർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ കഴിഞ്ഞ ദിവസം നമ്മൾ പഠിക്കുകയുണ്ടായി. ഇന്ന് 2-ാം അധ്യായം 5 മുതൽ 9 വരെയുള്ള തുടർവാക്യങ്ങളാണ് ഇന്നത്തെ തിരുവചന പഠനത്തിന് ആധാരമായിരിക്കുന്നത്. ഈ അനുഗ്രഹീതമായ പഠനത്തിനായി നമ്മളുടെ ഹൃദയ കണ്ണുകളെ ദൈവമേ പ്രകാശിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പൊരുളുകളെ മനസ്സിലാക്കുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിജ്ഞാനം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് നമുക്ക് ദൈവസന്നിധിയിൽ നമ്മുടെ തലകളെ വണക്കി ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അവിടുത്തെ തിരുവചന പഠനത്തിനായി ഞങ്ങൾ ഒരുങ്ങുന്നു. നിൻ്റെ വചനം ഞങ്ങളുടെ കാലുകൾക്ക് വിളക്കും ഞങ്ങളുടെക്ക് പാതയ്ക്ക് പ്രകാശവുമാകുന്നുവല്ലോ. അങ്ങയുടെ വചനത്തെ പഠിക്കുവാനും ഗ്രഹിക്കുവാനും ധ്യാനിക്കുവാനും അത് ഞങ്ങളുടെ ജീവിതത്തിൽ രൂപാന്തരം ഉളവാക്കുവാനും ആത്മാവിൽ വളരുവാനും നാഥ സഹായിക്കണമേ. അടിയങ്ങളെ താഴ്ത്തിയേൽപ്പിക്കുന്നു. മാനവും മഹത്വവും അവിടുന്ന് എടുക്കണമേ. ഞങ്ങളെല്ലാ നാളും നിനക്ക് നിൻ്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും ഇടപെടാതെ സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുവാനായിട്ട് തന്നെ. ആമീൻ. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും നാം തിരുവചന പഠനത്തിലൂടെ മനസ്സിലാക്കിയത് മശിഹ തമ്പുരാൻ ദൈവത്തിൻ്റെ പുത്രൻ മാലാഖമാരേക്കാൾ ദൂതന്മാരേക്കാൾ ഉന്നതനാണ് എന്നുള്ളതാണ്. തൻ്റെ മഹത്വമേറിയ സിംഹാസനത്തിൽ പിതാവിൻ്റെ വലത്തുഭാഗത്ത് സകല ജാതികളെയും ന്യായത്തോടും നീതിയോടും കൂടെ ഭരിക്കുന്ന ദൈവപുത്രനെ നമസ്കരിക്കുന്നവരാണ്, ആരാധിക്കുന്നവരാണ് ദൂതന്മാരെന്നും ആ ആരാധനകളും നമസ്കാരങ്ങളും അർഹിക്കുന്നവനും അതിന് യോഗ്യനുമാണ് ദൈവപുത്രനെന്നുമാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും നാം പഠിച്ചു വന്നത്. എന്നാൽ എബ്രായ ലേഖനം 2-ാം അധ്യായം 5 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ ദൂതന്മാരേക്കാൾ ഉപരിയായി മനുഷ്യപുത്രൻ, ദൈവത്തിൻ്റെ പുത്രനും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെയാണ് ഈ വേദഭാഗത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. വരുവാനുള്ള ഭാവി ലോകം അത് മനുഷ്യർക്കുള്ളതാണ്, മാലാഖമാർക്കുള്ളതല്ല. കാരണം മാലാഖമാർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നു. ആ മാലാഖമാരേക്കാൾ ഉന്നതരാണ് മനുഷ്യരെന്ന്, ദൈവത്തിൻ്റെ സൃഷ്ടികളായ മക്കളെന്ന് എബ്രായ ലേഖനകർത്താവ് ഈ വേദഭാഗത്തിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് തിരുവചനത്തിലൂടെ സങ്കീർത്തനക്കാരൻ പറയുന്നു, മർത്യനെ ഓർക്കേണ്ടതിന് അവൻ എന്തുമാത്രം, അവനെ ദൈവത്തേക്കാൾ അല്പമാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും ധരിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ ദൈവത്തേക്കാൾ അല്പം മാത്രം താഴ്ത്തി ആ തേജസ്സും ബഹുമാനവും മനുഷ്യനെ ധരിപ്പിച്ചിരിക്കുന്നു എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുമ്പോൾ മനുഷ്യൻ മാലാഖമാരേക്കാൾ എത്രമാത്രം ഔന്നത്യവും ബഹുമാനവും ആദരവും അർഹിക്കുന്നു എന്ന് എബ്രായ ലേഖനകർത്താവ് ഈ തിരുവചനത്തിലൂടെ
നമ്മെ പഠിപ്പിക്കുന്നു. 5-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ മനുഷ്യൻ്റെ മഹത്വത്തെക്കുറിച്ചാണ് പഠിപ്പിക്കുന്നത്. എന്താണ് മനുഷ്യൻ്റെ മഹത്വം? ദൈവത്തിൻ്റെ സർവ പദ്ധതികളിലും മനുഷ്യനെ പങ്കാളിയാക്കുവാനായിട്ടാണ് പിതാവാൻ ദൈവം ആഗ്രഹിച്ചത്. ആയതിനാൽ ഭാവി ലോകം മാലാഖമാർക്കല്ല, മനുഷ്യർക്കാണ് അധീനമായിരിക്കുന്നത്. മാലാഖമാരേക്കാൾ അധികമായ ഔന്നത്യവും ഭാവി ലോകത്തിലുള്ള അധീനതയും മനുഷ്യർക്കാണ് ദൈവം തമ്പുരാൻ നൽകിയിരിക്കുന്നത്. ഒരുപക്ഷേ തിരുവചനം നമ്മൾ പഠിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ 2-ാം അധ്യായത്തിൽ സകല മൃഗജാലങ്ങൾക്കും പക്ഷികൾക്കും ഒക്കെ പേരിടുവാനായിട്ട് ദൈവം അനുവാദം നൽകിയത് മനുഷ്യനാണ്. അവനാണ് സകല മൃഗങ്ങൾക്കും ഒക്കെയും പേരിട്ടത്. കാരണം പിതാവാൻ ദൈവത്തിൻ്റെ സൃഷ്ടി പദ്ധതിയിൽ മനുഷ്യനെയും പങ്കാളിയാക്കുന്നു. അതുപോലെ തന്നെയാണ് ഭാവി ലോകത്തും വരുവാനുള്ള ലോകത്തും ദൈവം തമ്പുരാൻ മനുഷ്യർക്കാണ് പങ്കാളിത്തം നൽകുന്നത് എന്ന്, ആധിപത്യം മനുഷ്യർക്കാണ് എന്നുള്ളത് വ്യക്തമായി ഈ വേദഭാഗത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. സങ്കീർത്തനം 8-ാമത്തെ സങ്കീർത്തനം നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങളാണ് ഞാൻ നേരത്തെ ഓർമ്മിപ്പിച്ചത്. മനുഷ്യനെ അല്ലെങ്കിൽ മർത്യനെ ഓർക്കേണ്ടതിന് അവൻ എന്തുമാത്രം, അവനെ ദൈവത്തേക്കാൾ അല്പമാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും ധരിപ്പിച്ചിരിക്കുന്നു. അത്രമാത്രം മനുഷ്യൻ്റെ തേജസ്സിനെയും ബഹുമാനത്തെയും പ്രകീർത്തിക്കുന്നതായ ഒരു സങ്കീർത്തന വാക്യമാണ് നാം വായിച്ചു കേട്ടത്. അതിനെ അവലംബമാക്കിക്കൊണ്ടാണ് എബ്രായ ലേഖനകർത്താവ് ഇവിടെ വ്യക്തമായിട്ട് മനുഷ്യൻ്റെ മഹത്വത്തെക്കുറിച്ച്, അവൻ്റെ ഔന്നത്യത്തെക്കുറിച്ച്, വരുവാനിരിക്കുന്ന ലോകത്തിലെ അവൻ്റെ അവകാശത്തെക്കുറിച്ച്, അവൻ്റെ ആ ഒരു ഔന്നത്യത്തെക്കുറിച്ചൊക്കെയും വളരെ വ്യക്തമായിട്ട് ഇവിടെ പൗലോസ്ലീഹ ഓർമ്മിപ്പിക്കുന്നത്. പല വേദഭാഗങ്ങളിലും പഴയ നിയമത്തിലും മനുഷ്യപുത്രൻ എന്നുള്ള വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകം നമ്മൾ 2, 3, 4 അധ്യായങ്ങൾ വായിക്കുമ്പോൾ ഓരോ അധ്യായത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും മനുഷ്യപുത്ര. ഒരിടത്ത് പറഞ്ഞിട്ട് മനുഷ്യപുത്ര ഈ അസ്ഥികൾ ജീവിക്കുമോ. മാത്രമല്ല 2, 3 അധ്യായങ്ങളൊക്കെ ആരംഭിക്കുന്നത് പോലും മനുഷ്യപുത്ര എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ടാണ്. ഒരുപക്ഷേ ആ മനുഷ്യപുത്രൻ പ്രവാചകന്മാർ ദൈവത്തിൻ്റെ പുത്രനായ മശിഹായെ മുൻകൂട്ടി കണ്ടുകൊണ്ട് അത് അപ്രകാരം പ്രഖ്യാപിക്കുന്നു. അപ്പോൾ ദൈവത്തേക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും ധരിക്കപ്പെട്ട മനുഷ്യന് അത്രമാത്രം ഔന്നത്യവും പ്രാധാന്യവുമുണ്ട് എന്ന് പൗലോസ്ലീഹ ഇവിടെ മനുഷ്യനെ പ്രകീർത്തിക്കുകയാണ്. അവൻ അല്പം മാത്രം സ്വയം താഴ്ത്തി മനുഷ്യന് തേജസ്സും ബഹുമാനവും ധരിപ്പിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ യേശു തമ്പുരാൻ തന്നെയും സ്വയം വിശേഷിപ്പിച്ചത് മനുഷ്യപുത്രൻ എന്നുള്ളതാണ്. 8-ാം സങ്കീർത്തനത്തിൽ പരാമർശിക്കുന്ന മനുഷ്യപുത്രൻ എന്നുള്ള പരാമർശം മശിഹാ തമ്പുരാനെക്കുറിച്ചാണ് എന്നുള്ള പൂർണ്ണമായ ബോധ്യത്തോടു കൂടിയാണ് എബ്രായ ലേഖനകർത്താവ് ഈ വേദഭാഗത്തിലുടനീളം മനുഷ്യപുത്രനെ ദൈവപുത്രൻ അല്ലെങ്കിൽ ദൈവപുത്രൻ മനുഷ്യപുത്രനാണ് എന്ന് ഈ വേദഭാഗങ്ങളിലുടനീളം ഉദ്ഘോഷിക്കുന്നത്. എന്താണ്
ഈ മനുഷ്യപുത്രൻ്റെ പ്രത്യേകത. ആ മനുഷ്യപുത്രനെ പറ്റി പറയുന്നത്, ആ മനുഷ്യപുത്രൻ ദൈവത്തേക്കാൾ അല്പം മാത്രം താഴ്ത്തപ്പെട്ട് തേജസ്സും ബഹുമാനവും ധരിപ്പിക്കപ്പെട്ടവനാണ്. ദൈവിക പദ്ധതിയിൽ മനുഷ്യൻ്റെ പങ്കാളിത്തത്തെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് ഈ വേദഭാഗത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നു. എന്താണ് ദൈവപുത്രൻ്റെ പങ്കാളിത്തം, മനുഷ്യൻ്റെ പങ്കാളിത്തം? ആ ലക്ഷ്യമെന്ന് പറയുന്നത് തൻ്റെ ക്രൂശ് മരണത്തിലൂടെയാണ് താൻ തന്നെ തന്നെ താഴ്ത്തിയത്. എബ്രായ ലേഖനത്തിൽ പറയുന്നത് പോലെ അല്പം മാത്രം താഴ്ത്തി. എന്നാൽ പൗലോസ്ലീഹ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാമത്തെ അധ്യായം 5 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോഴും അവൻ തന്നെത്താൻ താഴ്ത്തി. എവിടം വരെയാണ്? ക്രൂശ് മരണത്തോളം തന്നെത്താൻ താഴ്ത്തി, കുരിശിന് അവനെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തു. അപ്പോൾ ക്രൂശിന് തന്നെ ഏൽപ്പിച്ചു കൊടുത്ത് തന്നെത്താൻ താഴ്ത്തി. ആ താഴ്മപ്പെടുത്തലിലൂടെയാണ് മനുഷ്യനെ ദൈവപദ്ധതിയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുവാനായിട്ടായത്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഈ പ്രത്യാശയും അതിൻ്റെ യാഥാർത്ഥ്യവും പൊരുത്തപ്പെട്ടു പോകുന്നില്ല എന്നുള്ളതാണ്. പ്രവാചകന്മാർ ആ ദൈവപുത്രനെ മനുഷ്യപുത്രനെന്ന് കണ്ട് അവൻ്റെ താഴ്മയിലൂടെ, കഷ്ടതയിലൂടെ, കുരിശുമരണത്തിലൂടെ അവൻ പൂർണ്ണത പ്രാപിച്ച് ആ പൂർണ്ണതയിലൂടെ, അല്ലെങ്കിൽ മനുഷ്യനെ ദൈവമക്കളാക്കി തീർക്കുവാൻ യേശുതമ്പുരാൻ പര്യാപ്തനായത് തൻ്റെ കുരിശുമരണത്തിലൂടെയാണ്. ദൈവപുത്രൻ്റെ പൂർണ്ണമായ മഹത്വം പ്രകാശിപ്പിക്കപ്പെട്ടത് ക്രൂശുമരണത്തിലൂടെയാണ്. ആ ക്രൂശുമരണത്തിലൂടെയാണ് മനുഷ്യനെ വീണ്ടെടുത്തത്. പാപത്തിൽ നിന്നും, പിശാചിൻ്റെ ബന്ധനങ്ങളിൽ നിന്നും, മരണത്തിൽ നിന്നും മനുഷ്യനെ വിടുവിച്ചത് അവന് അല്പം മാത്രം താഴ്ത്തി. മാലാഖമാരേക്കാളും അല്പം മാത്രം താഴ്ത്തി, ഒരു നിമിഷത്തേക്ക് തന്നെ താഴ്ത്തി ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ അവൻ മനുഷ്യൻ അവനോട് സമനായി ദൈവികമായ പദ്ധതിയിലേക്ക്, പങ്കാളിത്തത്തിലേക്ക് പ്രവേശിക്കുവാൻ കാരണമായി തീർന്നു എന്ന് പൗലോസ്ലീഹ നമ്മെ പഠിപ്പിക്കുന്നു. ഇവിടെ പൗലോസ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുന്ന മറ്റൊരു കാര്യം കൂടെയുണ്ട്. റോമാലേഖനം 7-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യത്തിൽ, നന്മ ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു, പക്ഷേ പലപ്പോഴും നന്മ പ്രവർത്തിക്കുവാൻ എനിക്ക് കഴിയുന്നില്ല. ഞാൻ ഇച്ഛിക്കുന്നതല്ല ഞാൻ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളിവിടെ കണ്ടത്, പ്രതീക്ഷയും യാഥാർത്ഥ്യവും തമ്മിൽ പൊരുത്തപ്പെട്ടു പോകുന്നില്ല. യേശുതമ്പുരാൻ്റെ വചനവും ജീവിതവും പ്രതീക്ഷയും യാഥാർത്ഥ്യവും തമ്മിൽ പൊരുത്തപ്പെട്ടു പോയി. നമ്മളുടെ വിശ്വാസവും നമ്മളുടെ പ്രതീക്ഷയും യഥാർത്ഥ ആത്മീയ ജീവിതവുമായി പൊരുത്തപ്പെട്ടു പോകുന്നില്ല. അതുകൊണ്ടാണ് പൗലോസ്ലീഹ പറയുന്നത്, നന്മ ചെയ്യാൻ എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ പലപ്പോഴും എനിക്കതിന് കഴിയുന്നില്ല, പ്രവർത്തിക്കുവാൻ കഴിയുന്നില്ല. ഞാൻ ഇച്ഛിക്കുന്നതല്ല ഞാൻ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് നമ്മളുടെ വിശ്വാസവും നമ്മളുടെ ജീവിതത്തിൻ്റെ കർമ്മമേഖലകളും നമ്മളുടെ വിശ്വാസത്തിൻ്റെ പ്രത്യാശയും പൊരുത്തപ്പെട്ട് സമരസപ്പെട്ടു പോകുവാനായിട്ട് സാധിക്കണം. രണ്ടും രണ്ട് ദിശയിലേക്ക് പോകുവാനുള്ളതല്ല. എൻ്റെ വിശ്വാസത്തിനനുസരിച്ച് എൻ്റെ ജീവിതത്തെ ക്രമീകരിച്ച് എൻ്റെ പ്രവർത്തന മേഖലകളിലേക്ക് എന്നെ കൊണ്ടുപോകുവാനായിട്ട് ആ വിശ്വാസത്തിൻ്റെ പൂർണ്ണതയിലേക്ക്. അതുകൊണ്ടാണ് പൗലോസ് അവിടെ എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവാണ്, മരിക്കുന്നത് ലാഭമാണ്. ജീവനുള്ളിടത്തോളം കാലം ഞാൻ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കും. ആ വിശ്വാസത്തിൻ്റെ യാഥാർത്ഥ്യബോധത്തിലേക്ക്, പ്രവർത്തന മേഖലയിലേക്ക് കടക്കുമ്പോഴാണ് രക്ഷയുടെ അനുഭവം സ്വായത്തമാക്കുവാൻ നമുക്ക് സാധിക്കുന്നത്.
അല്പനേരത്തേക്ക് മാത്രം തന്നെ താഴ്ത്തി. അപ്പോൾ ആ തേജസ്സും ബഹുമാനവും അണിയുന്ന കർത്താവിനെക്കുറിച്ചാണ് കാണുന്നത്. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി കഷ്ടതയും കുരിശുമരണവും സ്വയം ഏറ്റെടുത്തത് നമ്മെ ദൈവത്തിൻ്റെ മക്കളാക്കി തീർക്കുവാനാണ്. പിതാക്കന്മാർ പഠിപ്പിക്കുന്നത് ദൈവപുത്രൻ മനുഷ്യപുത്രനായി തീർന്നത് മനുഷ്യപുത്രൻ്റെ ദൈവത്തിൻ്റെ പുത്രരാക്കി തീർക്കുവാൻ വേണ്ടിയാണ്. ദൈവത്തിൻ്റെ ഏകജാതനായ മകൻ മനുഷ്യനായി ജഡം ധരിച്ച് ഈ ഭൂമിയിൽ വന്നത് മനുഷ്യ മക്കളെ ദൈവത്തിൻ്റെ മക്കളാക്കി തീർക്കുവാൻ വേണ്ടിയാണ്. അപ്രകാരമുള്ള ഒരു പദവിയിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ് എൻ്റെയും നിങ്ങളുടെയും ആത്മീകമായ ധർമ്മം, വളർച്ച എന്ന് പറയുന്നത്. ആ വളർച്ചയ്ക്ക് വേണ്ടി പ്രത്യാശയോടുകൂടി കർമ്മനിരതരായി ഉത്സാഹമുള്ളവരായി അതിനുവേണ്ടി നമ്മളുടെ ജീവിതത്തെ ആത്മീകമായ വർധനവ് വരുത്തി ഓരോ നിമിഷവും ജീവിക്കുവാൻ, ക്രിസ്തുവിനെ പിൻപറ്റുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണമെന്നാണ് ഈ 5 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ പൗലോസ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. തുടർന്നുള്ള വാക്യങ്ങൾ 9, 10, 11 വാക്യങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നാം ആദ്യം 5 മുതൽ 9 വരെ കണ്ടതായ വേദവാക്യങ്ങളുടെ തുടർച്ച നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയും. അതിപ്രകാരമാണ് മനുഷ്യപുത്രൻ തൻ്റെ കഷ്ടാനുഭവങ്ങളിലൂടെ ദൈവികമായ തേജസ്സും ബഹുമാനത്തിൻ്റെയും പൂർണ്ണതയിലേക്ക് മനുഷ്യമക്കളെ ആകർഷിക്കുകയും ആ മനുഷ്യമക്കളെ ദൈവത്തിൻ്റെ മക്കളാക്കി തീർക്കുവാൻ തക്കവണ്ണം തൻ്റെ കഷ്ടാനുഭവങ്ങളിലൂടെ മശിഹ തമ്പുരാൻ ദൈവപുത്രൻ പര്യാപ്തനായി തീർന്നിരിക്കുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. യേശു അങ്ങനെ മനുഷ്യരുടെ സഹോദരനായി തീർന്നു. എങ്ങനെയാണ് ദൈവപുത്രൻ മനുഷ്യൻ്റെ സഹോദരനായി തീർന്നത്? ദൈവികമായ ഭാവത്തിൽ നിന്നും അല്പം മാത്രം താഴ്ത്തി. എപ്പോൾ താൻ അനുഭവിച്ച കഷ്ടാനുഭവങ്ങൾ തൻ്റെ ജഡരക്തങ്ങൾ, ശരീരരക്തങ്ങൾ, മനുഷ്യൻ്റെ ശരീരവും രക്തവുമാണ് അവൻ സ്വീകരിച്ചത്. വചനം ജഡം ധരിച്ച് മനുഷ്യനായി തീർന്നു. അവൻ മനുഷ്യരുടെ ഇടയിൽ പാർത്തു. അപ്പോൾ മാനുഷികമായ ശരീരവും രക്തവും ആണ് മശിഹ തമ്പുരാൻ സ്വീകരിച്ചത്. ആ മാനുഷികമായ ശരീരവും അവൻ ദൈവമായിരിക്കുമ്പോൾ തന്നെ മാനുഷികമായ ശരീരവും രക്തവും സ്വീകരിച്ച് മനുഷ്യനായി മനുഷ്യരോട് പാപമൊഴികെ സകലത്തിനും താതാത്മ്യപ്പെട്ട് മനുഷ്യൻ അനുഭവിക്കുന്നതായ സകല കഷ്ടതകളും വേദനകളും പ്രയാസങ്ങളും ഒക്കെ തൻ്റെ ശരീരത്തിലൂടെ താൻ അനുഭവിച്ച് മനുഷ്യനുമായി താതാത്മ്യപ്പെട്ടു. തൻ്റെ ക്രൂശ് മരണത്തിൽ അല്പസമയം തന്നെ താഴ്ത്തി. അങ്ങനെ ആ താഴ്ത്തപ്പെട്ടതായ സമയം മനുഷ്യൻ ദൈവത്തിൻ്റെ പുത്രൻ്റെ അനുഭവത്തിലേക്ക് ഉയർന്നു വരുവാൻ തക്കവണ്ണം മനുഷ്യമക്കളുടെ ഇടയിലേക്ക് താൻ താഴ്ത്തപ്പെട്ടു. ഒന്നുകൂടെ അത് വ്യക്തമാക്കിയാൽ, ദൈവത്തിൻ്റെ പുത്രൻ മനുഷ്യരുടെ അടുക്കലേക്ക് സ്വയം താഴ്ന്നിറങ്ങി വന്നപ്പോൾ മനുഷ്യമക്കൾ ദൈവപുത്രൻ്റെ സാമീപ്യത്തിലേക്ക് അവർ ഉയർന്നു വന്നു. അങ്ങനെ ഇരുപക്ഷത്തെയും വേർപാടിൻ്റെ നടിച്ചുവർ ഇടിച്ചു കളഞ്ഞിട്ട് ഇരുപക്ഷത്തെയും ഒന്നാക്കി എന്ന് പൗലോസ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അതെപ്പോഴാണ്? കഷ്ടതയിലൂടെയാണ് ആ പൂർണ്ണത പ്രാപിച്ചത് എന്ന് തിരുവചനത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നു. ആ രക്ഷാകരനായ ദൈവത്തിൻ്റെ രക്ഷാകരമായ പദ്ധതി, അതിൽ പങ്കാളികളാകുവാൻ തക്കവണ്ണമാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. ഇതൊരു യാദൃച്ഛികമായ സംഭവമല്ല. യേശുവിൻ്റെ ക്രൂശ് മരണം ഒരു രക്തസാക്ഷി മരണമല്ല, പെട്ടെന്ന് സംഭവിച്ചതല്ല. ഇത് ദൈവത്തിൻ്റെ രക്ഷാപദ്ധതിയുടെ
ഭാഗമാണ്. ദൈവത്തിൽ നിന്നും പാപം മൂലം അകന്നുപോയി വീണുപോയ മനുഷ്യനെ ദൈവത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുവാൻ തക്കവണ്ണം, ദൈവമക്കൾ എന്നുള്ള പദവിയിലേക്ക് മനുഷ്യരെ കൂട്ടിക്കൊണ്ടുവരുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ രക്ഷാപദ്ധതിയായിരുന്നു തൻ്റെ പുത്രൻ്റെ ക്രൂശ് മരണം. ആ ക്രൂശ് മരണത്തിലൂടെയാണ് മനുഷ്യ മക്കളെ ദൈവികമായ പദവിയിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്നത്. ആ കഷ്ടതയിലൂടെ പൂർണ്ണത എന്ന് പറയുമ്പോൾ അതുവരെയും കർത്താവ് പൂർണ്ണനായിരുന്നില്ല എന്നർത്ഥമാക്കുന്നില്ല. ആ പൂർണ്ണത എന്ന് പറയുമ്പോൾ മനുഷ്യനെ ഉയർത്തിക്കൊണ്ടുവരുവാൻ തക്കവണ്ണം സ്വയം താഴ്ത്തപ്പെട്ട് ക്രൂശിന് ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരനുഭവമാണ് ദൈവപുത്രനെ അതിന് പര്യാപ്തനാക്കി തീർത്തത് എന്നാണ് പൗലോസ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അതായത് അജ്ഞതയിലും അന്ധതമസിലും ഇരുന്ന ജനതയെ പ്രകാശത്തിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം അന്ധകാരത്തിൻ്റെ ഇടയിലേക്ക് സ്വർഗീയമായ പ്രകാശം ഇറങ്ങി വന്നപ്പോൾ അവിടെ പ്രകാശമുണ്ടായി. അന്ധതയിലിരുന്ന ജനം, ഇരുട്ടിലിരുന്ന ജനം വലിയ ഒരു വെളിച്ചം കണ്ടു. സർവ അനിശ്ചിതത്വത്തിലും അന്ധകാരത്തിലും തപ്പിത്തടഞ്ഞുകൊണ്ടിരുന്ന മനുഷ്യകുലത്തെ സകല പ്രതിസന്ധികളിൽ നിന്ന് വിടുവിക്കുവാൻ തക്കവണ്ണം തൻ്റെ ത്യാഗപൂർണമായ ജീവിതത്തിലൂടെ, തൻ്റെ വേദനയിലൂടെ, കഷ്ടതയിലൂടെ ദൈവപുത്രൻ സ്വീകരിച്ച മാർഗമായിരുന്നു ഈ ദൈവത്തിൻ്റെ രക്ഷാപദ്ധതി. അവിടെയാണ് തിരുവചനത്തിലൂടെ മശിഹ തമ്പുരാൻ, ദൈവത്തിൻ്റെ പുത്രൻ നമ്മുടെ സഹോദരനാണ് എന്ന് ഒരു തിരിച്ചറിവിലേക്ക് വളരുവാൻ നമുക്ക് സാധിക്കുന്നത്. അവിടെ പറയുന്നത് ദൈവപുത്രൻ അഥവാ മനുഷ്യപുത്രൻ നമ്മുടെ സഹോദരനാണ്. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ദൈവം മനുഷ്യൻ്റെ രൂപമെടുത്ത് മനുഷ്യനായി വിളങ്ങി നമ്മളുടെ എല്ലാ സ്വഭാവത്തോടും പാപമൊഴികെയുള്ള എല്ലാ ഭാവങ്ങളോടും ദൈവം മനുഷ്യനോട് ഇഴുകിച്ചേർന്ന് ജീവിച്ചു. അങ്ങനെ പാപമൊഴികെ സകലത്തിലും മനുഷ്യനോട് ഏകീഭവിച്ച് പുത്രൻ തമ്പുരാൻ ഈ ലോകത്ത് ജീവിച്ചു. എന്നാൽ ദൈവപുത്രനും മനുഷ്യപുത്രനും തമ്മിൽ വളരെ വ്യത്യാസവുമുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ, മനുഷ്യപുത്രൻ ദൈവത്തിൽ നിന്ന് വിശുദ്ധീകരണം പ്രാപിക്കുന്നവരാണ്. ദൈവപുത്രനോ മനുഷ്യരെ വിശുദ്ധീകരിക്കുന്നവനാണ്. അപ്പോൾ ദൈവപുത്രൻ വിശുദ്ധീകരിക്കുന്നവനും മനുഷ്യപുത്രർ വിശുദ്ധീകരണം പ്രാപിക്കുന്നവരുമാണ്. വിശുദ്ധീകരിക്കുന്നവനാണ് ദൈവപുത്രൻ. എന്നാൽ വിശുദ്ധീകരണത്തിന് വേണ്ടി തന്നെ സമർപ്പിച്ച് വിശുദ്ധീകരണം പ്രാപിക്കുന്നവരാണ് മനുഷ്യർ. അപ്പോൾ ദൈവപുത്രൻ വിശുദ്ധീകരണം നൽകുന്നവനും മനുഷ്യപുത്രരായ നമ്മൾ വിശുദ്ധീകരണം സ്വീകരിക്കുന്നവരും പ്രാപിക്കുന്നവരുമാണ്. അവിടെയാണ് മനുഷ്യനിൽ നിന്നും ദൈവപുത്രൻ അത്രമാത്രം ഔന്നത്യം പ്രാപിച്ചിരിക്കുന്നു, അവൻ ദൈവമാണ് എന്നുള്ള ബോധ്യത്തിലേക്ക് നമ്മൾ കടന്നു വരുവാൻ തക്കവണ്ണമാണ് പൗലോസ്ലീഹ ഇവിടെ നമ്മെ പഠിപ്പിക്കുന്നത്. ഒന്നുകൂടെ വ്യക്തമായിട്ട് നമ്മൾ പഠിക്കുകയാണെങ്കിൽ, സൃഷ്ടികർത്താവായ പിതാവാൻ ദൈവത്തോടൊപ്പം സൃഷ്ടികർത്താവായ ദൈവപുത്രനും പരിശുദ്ധ റൂഹായും ഉണ്ടായിരുന്നു എന്ന് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ തന്നെ നമ്മൾ പഠിക്കുന്നുണ്ട്. വരുവീൻ, നമുക്ക് നമ്മുടെ സാദൃശ്യത്തിൽ മനുഷ്യരെ സൃഷ്ടിക്കാം. നാം സൃഷ്ടിച്ചു എന്നോ ഞാൻ സൃഷ്ടിച്ചു എന്നോ അല്ല, വരുവീൻ നമുക്ക്. അപ്പോൾ
ത്രിത്വദൈവത്തിൻ്റെ സാന്നിധ്യം, പിതൃപുത്ര പരിശുദ്ധാത്മാവാൻ ത്രിയേക ദൈവത്തിൻ്റെ സാന്നിധ്യം സൃഷ്ടികർമ്മത്തിൽ ആദിയുടനീളം പരിലസിച്ചിരുന്നു. അങ്ങനെ സൃഷ്ടികർമ്മത്തിൽ പരിലസിച്ചിരുന്ന പുത്രൻ തമ്പുരാൻ ആണ് ജഡം ധരിച്ച് ഈ ഭൂമിയിലേക്ക് വന്ന ദൈവത്തിൻ്റെ വചനം. ആ വചനം ദൈവമായിരുന്നു, എന്നാൽ നാം സൃഷ്ടികളായിരുന്നു. ആ ദൈവം സൃഷ്ടിച്ചതായ സൃഷ്ടികളാണ് നമ്മൾ. എന്നാൽ ദൈവപുത്രൻ സൃഷ്ടിയല്ല. സൃഷ്ടാവായ പിതാവാൻ ദൈവത്തോടുകൂടെ സൃഷ്ടികർമ്മം നടത്തിയ ത്രിത്വദൈവത്തിൻ്റെ ഭാവമാണ്, അതിലുള്ള ആളത്വമാണ് പുത്രൻ തമ്പുരാൻ. അപ്പോൾ ആ വ്യത്യാസം മനസ്സിലാക്കിക്കൊണ്ട്, എന്നാൽ അത്രയും ഔന്നത്യമുള്ളപ്പോൾ തന്നെ മനുഷ്യൻ്റേതായ രൂപമെടുത്ത് മനുഷ്യൻ്റേതായ ഭാവത്തിൽ വിളങ്ങിയവനാണ് ദൈവപുത്രൻ. അതുകൊണ്ട് അവൻ നമ്മുടെ സഹോദരനായി തീർന്നു. പ്രിയമുള്ളവരെ, അങ്ങനെ ദൈവപുത്രൻ നമ്മളുടെ മൂത്ത സഹോദരനായി തീർന്നു എന്നാണ് പൗലോസ്ലീഹ ഈ വേദഭാഗത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. യേശുതമ്പുരാനും പലപ്പോഴും തൻ്റെ ശിഷ്യന്മാരെ വിളിച്ചത് തൻ്റെ ഉയർപ്പിന് ശേഷം കർത്താവ് കൽപ്പിച്ചത്, നിങ്ങൾ പോയി എൻ്റെ സഹോദരന്മാരോട് പറയുവീൻ. സഹോദരൻ എന്നാണ് യേശുതമ്പുരാൻ തൻ്റെ ശിഷ്യന്മാരെ അഭിസംബോധന ചെയ്തത്. അപ്പോൾ യേശുതമ്പുരാൻ നമ്മളുടെ മൂത്ത സഹോദരനായി തീർന്നു. ആ സാഹോദര്യ ബന്ധത്തിലൂടെ ദൈവത്തിൻ്റെ ആളത്വത്തിലേക്ക് ഉയരുവാൻ തക്കവണ്ണമാണ് പൗലോസ്ലീഹ ഈ വേദഭാഗത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. ആ ഒരു ആത്മീയമായ വർധനവിൽ വളരുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ദൈവം തമ്പുരാൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.